ഇടുക്കി മുള്ളരിങ്ങാട്ട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഖബറടക്കത്തിന് വേണ്ടി മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്നലെയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. വൈകിട്ട് പശുവിനെ അഴിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കാട്ടാന ആക്രമണം ഉണ്ടാവുകയായിരുന്നു. അവിടെ സുരക്ഷാ സംവിധാനങ്ങളൊന്നും കാര്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് വേണ്ടി നാട്ടുകാർ തന്നെ പണം പിരിച്ച് സാധനങ്ങൾ വാങ്ങി സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ പോയിട്ടുണ്ട്. പി ജെ ജോസഫ് MLA ആയിട്ടുള്ള മണ്ഡലമാണ്. അവിടെ അതിൽ പ്രതിഷേധം ഇന്നലെ ശക്തമായി ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, MLA അതിൽ ഇടപെട്ടിട്ടില്ല എന്ന വിമർശനങ്ങളൊക്കെ ശക്തമായി ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഷേധം ഇന്നലെ അവിടെ ആ പ്രദേശമാകെ അലയടിച്ചിരുന്നു. ഏതാണ്ട് 15ഓളം ആനകൾ സ്ഥിരമായി ആ പ്രദേശത്ത് വന്നു പോകുന്നുണ്ട് എന്നാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത്. 3 ആനകൾ ഇപ്പോഴും ആ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് വനം വകുപ്പുമായി ആലോചിച്ച് അടിയന്തരമായ നടപടികൾ എടുക്കും എന്നാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിനിടയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത്. വനം വകുപ്പിന് കർശനമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അടിയന്തരമായി എന്താണോ ആ പ്രദേശത്ത് വേണ്ടത് അതിനുവേണ്ട ഇടപെടലുകൾ ഉണ്ടാകും എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറപ്പു നൽകിയത്. എന്തായാലും ഇപ്പോൾ അമീറിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് കൊണ്ടുപോകുകയാണ്. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെയാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ആ പ്രദേശത്ത് കാട്ടാന ശല്യം കാര്യമായി ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ജോസൽ വിവരങ്ങൾ നൽകാനുണ്ട്. ജോസൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അന്ന, ഇപ്പോൾ അമർ ഇല്ലാഹി ഇബ്രാഹിമിൻ്റെ ശരീരം ഇപ്പോൾ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് മുള്ളരിങ്ങാട് മസ്ജിദുൽ ബദ്രിയ പള്ളി ഉള്ളത്. ആ പള്ളിയുടെ ഖബർസ്ഥാനിലാണ് സംസ്കാരം നടക്കുക. വീട്ടിലെ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ തൊട്ടടുത്തുള്ള ഈ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേദനാജനകമായൊരു സംഭവമാണ് ഇന്നലെ മുള്ളരിങ്ങാട് ഉണ്ടായത്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ 15ഓളം വരുന്ന കാട്ടാനകളാണ് കഴിഞ്ഞ 4 വർഷമായി ഈ പ്രദേശത്ത് ഇറങ്ങി മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും എല്ലാം ഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നാട്ടുകാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇടപെട്ടാണ് ഈ കുറേ ആനകളെങ്കിലും തുരുത്തി ഓടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. എങ്കിലും ഇപ്പോഴും 3 ആനകൾ ഈ പ്രദേശത്ത് തമ്പടിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഏതായാലും ജീവൻ നഷ്ടപ്പെട്ട ഒരു സഹോദരൻ്റെ ജീവിതമാണ് ഇവിടെ അവസാനിക്കുന്നത്. നാട്ടുകാർ ശക്തമായൊരു പ്രതിഷേധത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് അമീറിൻ്റെ മൃതദേഹം. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. ജോസൽ തുടരുന്നുണ്ട്. ജോസൽ, അടിയന്തരമായ നടപടികൾ ഉണ്ടാകും എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത്. വനം വകുപ്പിന് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റെന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? മനുഷ്യസാധ്യമായ എല്ലാം ഈ കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടി ചെയ്യും എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയത്. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലടക്കം, ഇടുക്കി മണ്ഡലത്തിലടക്കം, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കോതമംഗലം മണ്ഡലത്തിലടക്കം അതാത് MLA-മാർ മുൻകൈയെടുത്താണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ വണ്ണപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് കോതമംഗലം നിയോജക മണ്ഡലം. അവിടെ ആൻ്റണി ജോണാണ് അവിടുത്തെ MLA. അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്നടക്കം, അതുപോലെ തന്നെ നബാർഡിൻ്റെ ഫണ്ടിൽ നിന്നടക്കം ഫണ്ടുകൾ കൊണ്ടുവന്ന് അവിടെയൊക്കെ ഫെൻസിങ്ങും അതുപോലെ ട്രെഞ്ചിങ് നടപടികളും എല്ലാം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇത് തൊടുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായി ഇവിടെ നാട്ടുകാർ 3.5 ലക്ഷം രൂപയോളം പിരിവെടുത്ത് ഫെൻസിങ് സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് ഈ കാട്ടാനെ ഇവിടുന്ന് തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും കാര്യങ്ങളും എല്ലാം സ്വീകരിക്കുന്ന ഈ നാട്ടുകാർ ഒന്നടങ്കം ആണ്. ഇന്നലെ ഈ പ്രദേശത്ത്
കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു സംഭവ വികാസം ഉണ്ടാകുന്നത്. ഏതായാലും ഈ വിഷയത്തിലടക്കം ഇതൊരു ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റാണ്. ഇവിടെ ജോസിൽ അമീറിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. ആ പ്രദേശത്ത് വേണ്ട കർശനമായ നടപടികൾ, അടിയന്തരമായ നടപടികൾ എന്താണോ അത് വേണ്ടത് ഉടൻ ചെയ്യുമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. ജോസിൽ സെബാസ്റ്റ്യൻ വാർത്തയിൽ വിവരങ്ങൾ നൽകിയത്.